വിഴിഞ്ഞം പദ്ധതി വന്നതിന് ശേഷം 4 ഭാഗത്തുനിന്ന് അവകാശവാദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ് ആയാലും ഉമ്മൻചാണ്ടി സാറായാലും സെൻട്രലായാലും അദാനിയായാലും ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് 70 വർഷമായിട്ട് ഇതൊരു നമ്മുടെ ഇന്ത്യൻ തീരങ്ങളിൽ മദർഷിപ്പിന് വരാൻ പറ്റുന്ന ആഴമില്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ കരയോട് ചേർന്ന ഭാഗത്ത് നല്ല രീതിയിൽ ആഴം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വലിയ മദർഷിപ്പുകൾക്ക് വരാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ഒരു കടലിലെ തീരത്ത് നിന്ന് മുകളിൽ നിന്ന് കാണുന്ന അതേ ഹൈറ്റ് താഴോട്ടും ഉണ്ടാവും അത്ര വലിയ ഷിപ്പുകൾക്ക്. സോ അത് ഇവിടെ ലാൻഡ് ചെയ്യാനോ ഇവിടെ ബർത്ത് ചെയ്യാനോ ഉള്ള സൗകര്യം ഇന്ത്യക്കകത്തില്ല. ഇപ്പം വിശാഖപട്ടണം അല്ലെങ്കിൽ മുംബൈ, ഗുജറാത്ത് അല്ലെങ്കിൽ ഈവൻ കൊച്ചിൻ നോക്കിയാലും അത്രയുള്ള സംവിധാനം ഇല്ല. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം ഡ്രഡ്ജിങ് ചെയ്ത് ആ ഹൈറ്റ് ആർട്ടിഫിഷ്യലായിട്ട് ആ മണ്ണ് അവിടെ നിന്ന് കോരി മാറ്റി ഡെയിലി ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ചെറിയ ചെറിയ ഷിപ്പുകൾക്ക് വരാം, അത്രയേ ഉള്ളൂ. വിഴിഞ്ഞം വരുമ്പോൾ ഏകദേശം 22 ഫീറ്റ് കൂടുതൽ സ്വാഭാവികമായിട്ട് ആഴമുള്ള സ്ഥലമാണ്. പക്ഷേ ഏറ്റവും പുതിയ കുറേ പഠനത്തിന് അവർ പറയുന്നത് ഇവിടെയും ശരിക്കും പറഞ്ഞാൽ അശാസ്ത്രീയമായ കുറേ ബിൽഡിങ്ങിൻ്റെ കാരണം, അവരിപ്പോൾ ചെയ്ത കുറച്ച് ബിൽഡിങ്സിൻ്റെ കാരണം കൊണ്ട് ഇനി മണ്ണ് വന്ന് നേരാം അല്ലെങ്കിൽ ഇനി ഡ്രഡ്ജിങ്ങിൻ്റെയൊക്കെ ആവശ്യങ്ങൾ വരുമെന്നൊക്കെ പലരും പറയുന്നു. ഒരു സത്യാവസ്ഥ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. സോ അതിൻ്റെ വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവകാശവാദങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 70 വർഷമായിട്ട് നമുക്ക് വലിയൊരു ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് ഭയങ്കരമായിട്ട് മാറ്റുന്നു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു 10 സ്റ്റെപ്പ് മുകളിലോട്ട് എത്തിക്കാവുന്ന വലിയൊരു ഡെവലപ്മെൻറ്റ് 70 വർഷമായിട്ട് ഇവരെടുത്തില്ല എന്നാണ്. അതിന് കാരണം പലത് പറഞ്ഞാലും എടുത്തില്ല. അവസാനം നരേന്ദ്രമോദിജി BJPയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രൈവറ്റുകാർക്ക് ഒരുപാട് ഊന്നൽ കൊടുക്കുന്നുണ്ട്. കാരണം പ്രൈവറ്റ് വന്നാലേ കാര്യമുള്ളൂ. ഇപ്പോൾ അമേരിക്ക ആയാലും ചൈന ആയാലും ജർമ്മനി ആയാലും ഏത് രാജ്യങ്ങളാണെങ്കിലും അവിടുത്തെ പ്രൈവറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അവരുടെ എക്കോണമിയുടെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ടെസ്ല ആയാലും ഇപ്പം ചൈനയിലെ ജാക്മ ആയാലും അതൊക്കെയാണ് അവരുടെ എക്കണോമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ അദാനി, അംബാനി സത്യമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും വരത്തുള്ളൂ, ഡെവലപ്മെൻറ്റും വരത്തുള്ളൂ. ഇപ്പം BSNLൻ്റെ അവസ്ഥ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്? വേണ്ട, നമ്മുടെ KSRTC നോക്കിയാൽ മതി. KSRTC എന്തോ നഷ്ടപ്പെടുന്നു. ഒരു വർഷത്തേക്ക് KSRTC ഏതെങ്കിലും ഒരു പ്രൈവറ്റുകാർക്കൊന്ന് കൊടുത്തു നോക്കിയാണ് എല്ലാം ശരിയാവും. ഒരു കുഴപ്പം അതുണ്ടാകത്തില്ല. കാരണം അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക്, യൂണിയൻകാർക്ക് അവർക്ക് കുറേ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ഈവൻ ഗ്രീസ് ഓയിൽ വാങ്ങുന്നത് തൊട്ട് ഏറ്റവും വലിയൊരു വണ്ടി വാങ്ങും. നമ്മൾ സ്ഥിരം കേട്ടില്ലേ, പുതിയ ബസ്സുകൾ KSRTC വാങ്ങി, പുതിയ റൂട്ടിൽ ആ ബസ് വന്നു, പുതിയ ബസ് നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ബസ്സിൻ്റെ പുറത്ത് നല്ല രീതിയിലുള്ള കമ്മീഷൻ ഉണ്ട്. അത് ജനങ്ങളുടെ ക്യാഷാണ്, സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന ധാരണയിൽ അവരത് കൊണ്ടുപോകുന്നു, ക്യാഷ് ഉണ്ടാക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ KSRTC പറ്റിങ്ങനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. KSRTC കണക്കല്ല വിഴിഞ്ഞം എന്ന് പറയുന്നത്. അതൊരു സെൻട്രലൈസ്ഡ് പ്രോജക്റ്റാണ്. വേൾഡിൽ തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന വലിയൊരു പ്രോജക്റ്റാണ്. സോ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം വന്ന ഈ ഒരു സീപോർട്ടിൻ്റെ ശില്പി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിതാവെന്ന് നമുക്ക് അവകാശപ്പെടാം, അല്ലെങ്കിൽ ആ ഒരു പേര് കൊടുക്കാൻ ഏറ്റവും അർഹൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആവശ്യമായ കരാർ ഒപ്പിടുന്നതും എല്ലാ ക്ലിയറൻസ് കിട്ടുന്നതും തറക്കല്ലിടുന്നതും മൊത്തം. അതിനുശേഷം വന്ന നിർമ്മാണ തറക്കല്ലിടലും പിന്നെ ബാക്കി കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യാത്ത കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. സീപോർട്ട് ഈ പറഞ്ഞ വിഴിഞ്ഞം ഒരു പോർട്ട് വന്നു എന്നല്ലാതെ അതിന് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നതിനുള്ളൊരു പഠനമോ ഒരു വിഷനറി ആയിട്ടൊരു കാര്യമോ ചെയ്തിട്ടില്ല. 2019 മുമ്പേ തുടങ്ങിയ ഒരു പദ്ധതിയാണത്. 2017 ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടങ്ങുന്നത് തന്നെ, 15 ഒപ്പിട്ടെങ്കിലും. സോ അന്ന് തൊട്ട് തന്നെ ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇത് വലിയ ഒരു രീതിയിൽ കേരളത്തിനെ ബൂസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം ഈ കാണുന്ന ഒന്നും കേരളത്തിന് യാതൊരു വിധത്തിലുള്ള ബൂസ്റ്റഡും ആവത്തില്ല. ആകെ നടക്കുന്ന കാര്യം എന്തുവാണ്, അവിടെ ഒരു പോർട്ട് വന്നു, ഓക്കെ, NH66 വന്നു, അതിനെ കണക്ട് ചെയ്യാൻ കുറച്ച് റിംഗ് റോഡുകൾ, ഇനി ഇവിടുന്ന് കുറച്ച് റിംഗ് റോഡ് വരുന്നുണ്ട്. അത് പുറത്തോട്ട് പോകാനുള്ളതാണ്. ഇപ്പം തമിഴ്നാട്ടിലോട്ട് തെങ്കാശിയിലോട്ട് പോകാനുള്ള റോഡുണ്ട്, അങ്കമാലി, അങ്ങനെ മെയിൻ നമ്മുടെ ഒരു എക്കണോമിക് കോറിഡോറിലോട്ടൊക്കെ പോകാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള കുറച്ച് ഹൈവേകളും മറ്റ് കാര്യങ്ങളുമാണ് ഇപ്പം നിർമ്മാണ പ്രവർത്തനത്തിലിരിക്കുന്ന കാര്യങ്ങൾ. അതും സെൻട്രലിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഈ വരുന്ന മദർഷിപ്പ് ഒരു 1000 അല്ലെങ്കിൽ 2000 3000 വരുന്ന കണ്ടെയ്നർ ഇവിടെ ഇറക്കുന്ന സമയത്ത് ഡയറക്റ്റ് അവർ നമ്മുടെ കേരളത്തിലെ മണ്ണിലോട്ട് ഇറക്കുന്ന കൂടിയില്ല. ഡയറക്റ്റ് ഷിപ്പിൽ നിന്ന് അടുത്ത ചെറിയ ഷിപ്പിലാക്കി അടുത്ത സ്ഥലത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ എക്കണോമിക്ക് യാതൊരു വിധത്തിലുള്ള ബൂസ്റ്റോ അല്ലെങ്കിൽ അതിനൊരു യൂസോ ഉണ്ടാകത്തില്ല.
അതിന് വിഷണറി ആയിട്ട് ചെയ്യണമായിരുന്നു. 2017 അവരിവിടെ ആവശ്യമായ വെയർ ഹൗസുകൾ, ഈ കണ്ടെയ്നറിൽ വരുന്ന സാധനങ്ങൾ അത് സൂക്ഷിക്കാനുള്ള വെയർ ഹൗസുകൾ എന്തോരം ഉണ്ടാക്കാം. ഇപ്പം ഒരു തവണ നമ്മുടെ ഏതെങ്കിലും ഒരു മന്ത്രി, ഇപ്പം വാസവൻ എന്ന മന്ത്രി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരനെ ഒരു തവണ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ നമ്മളെ കൊളംബിയയിലോ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ ശരിക്കും ഒരു അവസ്ഥ അദ്ദേഹം പോയി കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അവിടെ പോയി ഈ വിദേശയാത്ര എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. ഒന്നുകിൽ അതിന് ഉതകുന്ന ആൾക്കാരെ വിടുക, അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര കണക്കുള്ള ആൾക്കാരെ ഒരു മെൻറ്റർഷിപ്പ് കണക്ക് അതിൽ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഇത് മാറിയാണ്. ഇവിടെ ഇനി നമുക്ക് എല്ലാ സൗകര്യവും എത്തി, പക്ഷേ ഇവിടുത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് മാറാതെ, ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് മാറാതെ നമുക്ക് ഒരു വിധത്തിലുള്ള മുന്നോട്ടം ഉണ്ടാകത്തില്ല. അവിടെ എത്ര ഹോട്ടൽസ് വന്നതിന് ശേഷം ജസ്റ്റ് നോക്കിയാൽ മതി. ശരിക്കും ഇതൊക്കെ ഒരു വിഷണറി ആയിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇപ്പം തിരുവനന്തപുരത്ത് മെട്രോ, ഉമ്മൻചാണ്ടി സാർ, ഞാനൊരു കോൺഗ്രസ്സുകാരനൊന്നും അല്ല, പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് ജീവിച്ചതാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കൊച്ചി മെട്രോ, ഇപ്പോഴത്തെ NH-66 ആദ്യകാല പരിപാടികൾ, ഗെയില്, അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ട്, കൊച്ചിൻ എയർപോർട്ട്, വിഴിഞ്ഞം പദ്ധതി, ഇതുൾപ്പെടെ മെജോറിറ്റി എന്ന് പറയുമ്പോൾ 99% കേരളത്തിലുണ്ടായ വലിയ വലിയ പ്രോജക്റ്റുകൾ മൊത്തവും ഈ കോൺഗ്രസിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് വന്നതാണ്. സോ അതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനവും പിന്നീടുള്ള പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ചെയ്തത്. കാരണം ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ട്രിവാൻഡ്രം മെട്രോ മാത്രമല്ല, ട്രിവാൻഡ്രത്തിന് ഇനി ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി അവർ എന്ത് ചെയ്തു എന്ന് ചോദിക്കണം. എന്ത് ചെയ്തു? ട്രിവാൻഡ്രം കണക്കൊരു സിറ്റിന് ഒരു ടൂറിസ്റ്റ് ഹബ്ബ്. കാരണം വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി അവിടെ കണ്ടെയ്നേഴ്സ് മാത്രമല്ല വരുന്നത്, ക്രൂസ് ഷിപ്പും ഇനി ടൂറിസ്റ്റുകളൊക്കെ വൻ രീതിയിൽ ഇറങ്ങും. ഒരു ഫ്ലൈറ്റിൽ ഒരു 100-200 ഒരു വിലയിൽ വരുന്നതൊക്കെയല്ല, ഒരു വലിയൊരു ഷിപ്പിൽ വരുന്നത് 2000, 3000, 5000 വരെ കപ്പാസിറ്റി ഉള്ള വലിയ വലിയ ഷിപ്പുകളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും പേരെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള എന്തെങ്കിലും അവർ ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ വെൽക്കമിങ് ചെയ്യാനുള്ള രീതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഇതൊന്നും പറയാല്ല. കാരണം ശരിക്കും ഒരു സീറോ വിഷനായിട്ട് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത് കേരളത്തിൽ. കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് മേഖലയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു ഹോട്ടൽ സെക്ടേഴ്സ്, ടൂറിസ്റ്റ് പ്ലേസസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരു 1000 കാര്യങ്ങൾ നമുക്ക് ആൾറെഡി ചെയ്ത് വെക്കായിരുന്നു. ഇനിയിപ്പോൾ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് വളരുന്ന അനുബന്ധിച്ച് ചുറ്റും ഇങ്ങനെ വളർന്നു വരും. സ്ഥലത്തിൻ്റെ വില ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി എന്നൊക്കെയാണ് ആകെ പറയുന്നത് ചുറ്റുമുള്ള ആൾക്കാർ. സത്യമാണ്. കാരണം ഒരു ഡെവലപ്മെൻറ്റും ഇല്ല. എന്ത് ചെയ്താലും നമുക്ക് അവിടെ വൻ ഹിറ്റാവും. കാരണം അതിൻ്റെ തൊട്ടടുത്തൊക്കെ വലിയ വലിയ ഹോട്ടൽ സമുച്ചയങ്ങൾ വരും, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടാവും, ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പിന്നെ ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബൂം ചെയ്യാൻ പോകുന്ന സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ വിഴിഞ്ഞവും കേരളത്തിൻ്റെ ചെറിയൊരു പാർട്ടും കഴിഞ്ഞ് തമിഴ്നാട്, കർണാടക, ആന്ധ്ര അവർ ഇതിൻ്റെ ഫുൾ യൂസ് ചെയ്യും. കാരണം ഇവിടെ വലിയ ഡെവലപ്മെൻറ്റ്, വലിയ കാർ കമ്പനികൾ ഉണ്ടാക്കാം, മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ടാക്കാം, വലിയ വലിയ രീതിയിൽ ഇതിനെ കൊണ്ടുപോകാം. പക്ഷേ കിറ്റെക്സിൻ്റെ 5000 കോടി എടുത്ത് ആന്ധ്രയിൽ പോക്കിയ അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടിച്ച് വിട്ട ഒരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ശരിക്കും ഒരു അവസ്ഥ എന്ന് പറയുന്നത്. യൂത്തിന് ഇവിടെ ജോലി കിട്ടി ഇവിടെ നിൽക്കാനൊരു അവസരം ഉണ്ടെങ്കിൽ അവരിവിടെ നിൽക്കും. പക്ഷേ അതിന് നിൽക്കാനുള്ള അവസരം ഇവിടെ ഇല്ല. എൻ്റെ ഒരു പേഴ്സണൽ അവസരം പറഞ്ഞാൽ ഒരു ചെറിയൊരു കട വയ്ക്കാൻ വേണ്ടി ഏകദേശം ഒരു 3-4 വർഷമായി പുറകെ കിടക്കും. സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനോ, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കൊരു ചിന്തയുണ്ട്, അവരെന്തോ വലിയ സംഭവമാണ്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി നോക്കണം അവിടെയുള്ള സർക്കാർ ജീവനക്കാർ എങ്ങനെയാണെന്ന്. ഇവിടെ എല്ലാ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് പോയാലും കുറേ കോടികളും അവർക്ക് യൂണിയൻകാരും അവർക്ക് അതിൻ്റെ എല്ലാ ഒരു സംരക്ഷണമുണ്ട്. അപ്പം അങ്ങ് അതിൻ്റെ ഒരു കീഴിൽ ഇരുന്നുകൊണ്ട് കാണിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അത് മാറുമായിരിക്കും, വേറൊരു ഗവൺമെൻറ് വരുമ്പോൾ മാറും. കാരണം ഇന്നത്തെ വിദ്യാർത്ഥികളും സമൂഹമൊക്കെ ഒരുപാട് മാറി, അവർക്കെല്ലാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നല്ല രീതിയിൽ തന്നെ വേറൊരു ഗവൺമെൻറ്റിനെ അവരെത്തിക്കുമെന്ന് തോന്നുന്നു. എത്തിച്ചാൽ മാത്രമേ ഇനി വിഴിഞ്ഞത്തിൻ്റെ ഒരു ഭാവി കേരളത്തിന് അനുകൂലമായിട്ട് മാറത്തുള്ളൂ. ഇപ്പോൾ ഉള്ള വിഴിഞ്ഞം എന്ന് പറയുന്നത് അത് അവിടെ കണ്ടെയ്നറൊന്നും നമുക്ക് ഇറക്കി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ലെന്ന് വെച്ചാൽ ഒരു 10 കണ്ടെയ്നർ വെക്കാനുള്ള ഒരു വെയർ ഹൗസ് പോലും കേരളത്തിൽ ഉണ്ടാക്കിയതായിട്ട് ഇതുവരെയായിട്ട് എനിക്കറിയത്തില്ല. അതിന് ഒരുപടി കേന്ദ്രത്തിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് കുറേ സബ്സിഡിയും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു എന്നല്ലാതെ അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള സത്യം പറഞ്ഞ സ്ഥലപരിമിതി. കേരളം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സ്റ്റേറ്റാണ്. അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അതിനൊക്കെയല്ല മറ്റ് സ്റ്റേറ്റുകൾ, അവരത് മാക്സിമം യൂസ് ചെയ്യും. അപ്പം ഭാവിയിൽ പറയുകയാണെങ്കിൽ കേരളത്തിന് ജസ്റ്റ് ഒരു ബൈപ്പാസ് റൂട്ടുകളൊക്കെ വെച്ചിട്ട് തമിഴ്നാടും ആന്ധ്രയും കർണാടകയൊക്കെ നമ്മുടെ
ഇതിനെ മാക്സിമം യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. കാരണം നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇവൻ മെട്രോ എന്നൊക്കെ പറയുന്ന അത് വൻ എന്താ പറയുക, ഇപ്പോൾ ടൂറിസ്റ്റ്, ഞാനിപ്പോൾ ഒരു ടൂറിസ്റ്റാണ്, ഞാൻ വേറെ രാജ്യത്ത് പോകണം, ഞാൻ നോക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനാണ്. ഒരു സ്ഥലത്ത് മെട്രോ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 100% വിശ്വസിക്കാം അവിടുത്തെ ഒരു സേഫ്റ്റി, അവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളും. അതുകൊണ്ടാണ് ഇപ്പം ആൾക്കാർ കൊച്ചി നോക്കുന്നത്. ഇപ്പോൾ കേരളം നോക്കിക്കഴിഞ്ഞാൽ ആകെ കൊച്ചിയാണ് നോക്കുന്നത്. കൊച്ചി മെട്രോ ഉണ്ട്, ലുലു ഉണ്ട്, അത്യാവശ്യം അവിടെ ബീച്ചും കാര്യങ്ങളും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റിയും അവർക്ക് ട്രാൻസ്പോർട്ട് ഈസാവുകയും ചെയ്യും. അപ്പം ട്രിവാൻഡ്രം സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മെട്രോയോ അവിടെ ഒരു വലിയ ഡെവലപ്മെൻറ്റ് സ്കീമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപാട് ഉപയോഗമായിരുന്നു ട്രിവാൻഡ്രം സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പം നടക്കുന്ന എന്തുവാണ്, അവിടെ കോളറ വരെ പകർന്ന് പിടിച്ചിട്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ഇന്നലെയും 2, 3, 4 കേസ് കോളറ വരെ വന്നിരിക്കുകയാണ്. സോ ജസ്റ്റ് ഒരു ക്ലോറിനേഷൻ പരിപാടി പോലും ഒരു നല്ലൊരു സ്കീമായിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു നഗരസഭയും കാര്യങ്ങളുമാണ് ട്രിവാൻഡ്രത്തുള്ളത്. ഇപ്പം കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഗവൺമെൻറ് മിഷനറി ആയിട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം 5 വർഷത്തേക്കല്ല 50, 100 വർഷമൊക്കെ ചേർത്ത് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. കാരണം ഇനി ഒരു 60 വർഷം അദാനിയുടെ കയ്യിലായിരിക്കും ഈ പോർട്ട്. സോ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർത്താൽ മതി എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ ആൾക്കാരെന്ന് വെച്ചാൽ ആൾറെഡി 70 വർഷം നഷ്ടപ്പെട്ടു. നമ്മുടെ മുന്നോട്ടുള്ള തലമുറയൊന്നും ഇത് കണ്ടിട്ടില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസരമൊക്കെ നഷ്ടപ്പെടുത്തി കൊടുത്തത് ഇവിടുത്തെ മാറി വന്ന ഗവൺമെൻറ്റുകളാണ്. അപ്പം അതിനൊക്കെ തന്നെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. വിഴിഞ്ഞം കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഉപയോഗം വേണമെങ്കിൽ അതിനായ ഒരു പ്ലാനിങ് വേണം, ഒരു മാസ്റ്റർ പ്ലാൻ വേണം. ശരിക്കും പറഞ്ഞാൽ 2015 ഇത് ഒപ്പിടുന്ന സമയത്ത് തന്നെ ആ പ്ലാനിങ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കേരളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ക്യാപിറ്റൽ വേറെ ലെവലത്തിലാണ്. ഈ ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിനെ IT ഹബ്ബാക്കിയ ഒരു കഥയുണ്ട്. അത് വേറെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഇടാം. ആർക്കെങ്കിലും ഇപ്പോൾ താല്പര്യമുണ്ട്, ഇപ്പോൾ ഈ യൂട്യൂബോ അല്ലെങ്കിൽ നോക്കിയാൽ മതി. അതിനൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമരാവതി ക്യാപിറ്റലാക്കിയിട്ട് അതിന് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്യാൻ പോകുന്നൊരു മാസ്റ്റർ പ്ലാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവരുടെ ആ സ്റ്റേറ്റിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന എഫേർട്ട് വേറെ മിക്ക എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിക്ക് അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ഘടകവുമില്ല. അദ്ദേഹത്തിന് റെയിൽ, ഫോൺ അങ്ങനെയുള്ള തട്ടിച്ചും വെട്ടിച്ചും കൊണ്ട് പോവുക. എങ്ങനെയെങ്കിലും ക്യാഷ് സ്വന്തമായിട്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാർട്ടിയിലെ ആൾക്കാർക്ക് അങ്ങനെ ഗവൺമെൻറ് ജോലി കൊടുക്കുക. അല്ലാതെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് അല്ല നമുക്കുള്ളത്, ഭാഗ്യവശാൽ. സോ അതാണ് ശരിക്കും ഒരു അവസ്ഥ. ജനങ്ങൾ മനസ്സിലാക്കുക. ഇവൻ ചന്ദ്രബാബു നായിഡുവിന് മാത്രമല്ല, യോഗി ആദിത്യനാഥൊക്കെ UPനെ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയുണ്ട്. കാരണം ഞാനൊക്കെ വാരണാസിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വേറെ സ്റ്റാഫുകൾ 10, 15 വർഷം വർക്ക് ചെയ്തവർ പറഞ്ഞിട്ടുണ്ട് അവിടെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് എന്തെന്ന്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗവൺമെൻറ് വരുമ്പോൾ മാറിയ ഒരു മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. ബേസിക് ഫെസിലിറ്റീസ്, വെള്ളമില്ല, 24 മണിക്കൂർ കറണ്ട് ഇല്ലാത്ത ദിവസങ്ങളുണ്ട്. സമാജ്വാദി പാർട്ടി അവിടെ ഭരിക്കുന്ന സമയത്ത് ആഴ്ചയിൽ 2-3 മണിക്കൂർ മാത്രമേ അവിടെ കറണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടെ പോയി ചോദിക്കുന്നവർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് വാരണാസിയുടെയൊക്കെ അവസ്ഥ വളരെ ഗതികേടായിരുന്നു. ആ വെള്ളമൊക്കെ ഗംഗാ നമ്മൾ വളരെ പരിപാലനമായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒരു നദിയാണ്. അതിനെയൊക്കെ വളരെ മൃതദേഹങ്ങൾ വളരെ ഫ്ലോട്ടിംഗ് ആയിട്ട് പോവുകയും ഭയങ്കര ഒരു അസുഖങ്ങൾ സ്ഥിരമായിട്ട് അവിടെ കുളിച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോകുക അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് മാറി ഒരുപാട് രീതിയിൽ. സോ അതൊക്കെ ഒരു വിഷണറിയുടെ പാർട്ടാണ്. അല്ലാതെ ഞാൻ അവരെ ഫേവർ ചെയ്ത് പറയുന്നതല്ല. ഒരുപാട് ഡ്രോബാക്സും ഉണ്ട് അവിടെ. ഇപ്പോൾ പരീക്ഷയിൽ പേപ്പർ ലീക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം നോക്കുമ്പോൾ ഈ വിഷണറീസ് അവർക്കൊരു വിഷനുണ്ട്. അവർക്ക് അവിടെ കിട്ടുന്ന ഒരു എന്താ പറയുക, അവരുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് അവർക്ക് അതിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാമെന്നൊരു അവർക്കൊരു തോട്ടുണ്ട്. അത് അവർ മാക്സിമം യൂസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് യാതൊരു വിഷനുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാം. ഇപ്പോൾ വിഴിഞ്ഞം വന്നതിന് ശേഷം ടൂറിസ്റ്റ് ഹബ്ബ് മാത്രമല്ല, ഒരു ബിസിനസ്സിൻ്റെ എനിക്കൊന്നും ഒരു സാമ്രാജ്യം തന്നെ ഇവിടെ ഉയർത്താൻ കഴിയും. കാരണം ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 100%. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു പോർട്ട് കിടക്കുക, ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനെ അവർ മാക്സിമം യൂസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്രയൊക്കെ ആയിരിക്കും. അല്ലാതെ നമ്മളെ കൊണ്ട് ഇതൊന്നും ഒക്കത്തില്ല. കാരണം ഇവിടെ കിറ്റക്സ് പോലും ഇല്ല. ആന്ധ്രയിൽ നിന്ന് കിറ്റക്സിലെ ആൾക്കാർ അവിടുന്ന് വണ്ടിയിലെടുത്തിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യും. അതാണ് അവസ്ഥ. ഇവിടെ കേരളത്തിൽ കിടന്ന 5000 കോടി ഇവിടെ ഇറക്കേണ്ടവരെ ഒരാവശ്യവും ഇല്ലാതെയാണ് അന്ന് ഇവിടെ ഓടിച്ചു വിട്ടത്. ഇവിടുത്തെ ഗവൺമെൻറ് ഇതിന് സമാനം പറയുമോ? എത്ര പേർക്കാണ് അവിടെ ജോലി കിട്ടിയത്? അവരുടെ 70% അതിലുള്ള വർക്കേഴ്സൊക്കെ അവിടുത്തെ സ്വദേശികളും എത്രയോ ശതമാനം സ്ത്രീകളുമാണ്. എത്ര കുടുംബത്തിനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയോ? ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച്
തള്ളലും. ഇന്നത്തെ പത്രത്തിലെ മെയിൻ ന്യൂസ് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ വലിയൊരു മുഹൂർത്തമാണെന്നൊക്കെ പറഞ്ഞാലും ഇത് എത്ര പേർക്ക് ജോലി കൊടുക്കും ഇവിടെ? ഒരു വെയർ ഹൗസിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തെ പറ്റി നമ്മൾ ചോദിച്ചാൽ തന്നെ ഒന്നും പറയാനില്ല അവർക്ക്. അപ്പം വേറെ എന്തോ പറയാനാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാസ്റ്റർ പ്ലാനോടുകൂടി അവതരിപ്പിച്ചിരുന്നെങ്കിൽ 2015 അല്ലെങ്കിൽ 2017, ഈവൻ 2018, അപ്പോൾ 2022 ശേഷം ചെയ്തിരുന്നെങ്കിൽ കൂടി 2023, 24 ആകുമ്പം നല്ല രീതിയിലൊരു ഡെവലപ്മെൻ്റ്, ഒരു മാറ്റം തന്നെ ഉണ്ടായാണ്. പക്ഷെ അത് നടന്നിട്ടില്ല. ഈവൻ IAS ഓഫീസറുടെ പല സമയത്ത് നമ്മൾ ചിന്തിക്കാറില്ലേ, അവരൊക്കെ ജസ്റ്റ് ഒരു ഗവൺമെൻറ്, ആ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പപ്പറ്റായിട്ട് മാറണമെന്ന്, അല്ല അവർക്ക് സ്വന്തമായിട്ടൊരു എന്താ പറയുക, അവരുടെ ഒപ്പീനിയൻ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടോ ഒന്നും ചെയ്യുന്നില്ല. ശരിയും നഷ്ടം തിരുവനന്തപുരത്തിനും കേരളത്തിനും മാത്രമാണ്. അതുകൊണ്ട് ഇനി അടുത്ത തവണ വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് വൃത്തിക്ക് നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക, അതിനുശേഷം വോട്ട് ചെയ്യുക. കാരണം ഇവർക്കിനി വോട്ട് കൊടുത്തിട്ട് കേരളത്തിന് ഇനി ഒരു വിധത്തിലുള്ള ഒരു ചേഞ്ചസും ഉണ്ടാകാൻ പോകില്ല. നമുക്ക് വേണ്ടത് ഇവിടെ ഡെവലപ്മെൻറ്റ് വേണം, ബിസിനസ് ഇറക്കാൻ ആൾ വേണം. ഇപ്പോൾ ലുലു ഗ്രൂപ്പ് ഇവിടെ ഒരുപാട് ബിസിനസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ലുലു ഗ്രൂപ്പിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ യൂസഫ് അലി സാറിനെ കണക്കുള്ള ആൾക്കാരെ ഇവിടെ ഇനിയും കൊണ്ടുവരണം. അങ്ങനെയുള്ള വലിയ വലിയ ജെയിൻസിനെയൊക്കെ അവർ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ നമുക്കിനി ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ കേരളത്തിന്. ഇപ്പം ലുലു വന്നതിന് ശേഷം എന്ത് വലിയ മാറ്റമാണ്. ആൾക്കാർ ഒന്ന് ലുലു മാൾ, ഏതെങ്കിലും ഒരു മാൾ ഇപ്പോൾ ഒരുപാടുണ്ട്. ഇപ്പം ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്, പാലക്കാടുണ്ട്, ഇനി 2-3 വരാൻ പോകുന്നുണ്ട്. സോ അത്തരത്തിൽ അവരെ അങ്ങനെയുള്ള വലിയ വലിയ ജെയിൻസിനെ കൊണ്ടുവരിക, അവരുടെ ഡെവലപ്മെൻറ്റ് മോഡലാക്കി അതിനെ യൂസ് ചെയ്യുക, അതിനെ മാക്സിമം അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ കിറ്റക്സിനെ കണക്കൊരാളെ ഇവിടുന്ന് ഓടിച്ചു വിടുക. ലുലു മോളിൽ MA യൂസഫ് അലി സാർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പാട്. അതുകൊണ്ട് തന്നെ നമ്മുടെ V-Guardന്റെ ചിറ്റിരപ്പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെ. കാരണം അവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിനപ്പുറമാണ് ഒരു ബിസിനസ്സുകാർ ഇവിടെ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് ഓവറാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന കേരള ഗവൺമെൻറ് മാറിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിഴിഞ്ഞം കൊണ്ട് ഉപയോഗം ഉണ്ടാകത്തുള്ളൂ, ഇവിടെ ബിസിനസ് വരത്തുള്ളൂ, അവരെ കൊണ്ടുള്ള യൂസ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പാറക്കോറിയുടെ അഴിമതികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എവിടെ നിന്നൊക്കെ ക്യാഷ് അടിച്ച് മാറ്റാം, ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഇവർക്ക് ഉണ്ടാകത്തുള്ളൂ. വികസനം വരണം. ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പം ആന്ധ്ര ആയാലും ഈവൻ ഗോവയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഇൻഡെക്സിലും. കാരണം നമ്മുടെ വലിയൊരു യൂത്ത്, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ യൂത്താണ്. ഒരു 80 to 30, 35 ഇയേഴ്സ് നിൽക്കുന്ന ഒരു ജനറേഷൻ ഉണ്ട്. ആ ജനറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു എന്താ പറയുക, നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഏതൊരു രാജ്യമാണെങ്കിൽ ഇപ്പം ജപ്പാൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ യൂത്ത് ഇല്ല, ചൈനയില്ല, അവർ ഒരു ഓൾഡ് ഏജ് മാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എക്കണോമിയിലേക്ക് എന്താ പറയുക ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു ഇൻപുട്ടില്ല. അവരെ നല്ലൊരു ശതമാനം ഇപ്പം മറ്റ് രാജ്യങ്ങൾ വെച്ചാൽ അവിടെ ആളില്ല എന്നൊരിതാണ്. ഇപ്പം റീപ്രൊഡക്ഷൻ അതിൻ്റെയൊക്കെ ഭയങ്കര ഒരു ഇടിവും സംഭവമൊക്കെ വന്നതിന് ശേഷമാണ് അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. പക്ഷേ കേരളത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയിൽ അത്യം പറഞ്ഞാൽ യൂത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഇല്ല. പക്ഷേ കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം യൂത്തും ഇപ്പം പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, പുറത്തോട്ട് പോകുന്നവരുമാണ്. എങ്ങനെയെങ്കിലും ഏത് വിധേനവും പുറത്തോട്ട് പോവുക. അപ്പം കേരളത്തിൽ നിൽക്കാൻ സത്യം പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. ഇപ്പം ഈവൻ ഇന്ത്യക്കകത്ത് തന്നെ അവർ പോകുന്നത് ഡൽഹി. ഇപ്പം ഡോക്ടേഴ്സ് ആയാലും, ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ എനിക്ക് തന്നെ അറിയാം, നമ്മൾ അടുത്തൊരു ഡോക്ടേഴ്സ് 2 ഡോക്ടേഴ്സാണ് ഇവിടെ നാട്ടിൽ ഗവൺമെൻറ് പഠിച്ചിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹരിയാനയിലാണ്. അവർ PG എടുത്തോടെ തന്നെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം കാരണം എല്ലാ രീതിയിലും ഇപ്പോൾ സ്റ്റൈഫൻ്റെ കാര്യമായാലും അവരുടെ ജീവിത നിലവാരമായാലും വളരെ ബെറ്റർ അവിടെ ആണെന്ന് അവർ തോന്നിയിട്ടായിരിക്കാം. സോ എല്ലാ മേഖലയിലും നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ നിന്ന്. സോ അത് മാറ്റി ഇവിടെ അവരെയൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ IT പാർക്കുകളൊക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞാൽ IT പാർക്കുകൾ ഇപ്പം ബാംഗ്ലൂരായാലും ഹൈദരാബാദായാലും ഡൽഹി അല്ലെങ്കിൽ മുംബൈ ഒക്കെ ആണെങ്കിലും IT പാർക്ക് എന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു പേയ്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള പാർട്ടി ലൈഫുള്ള ഒരു ബിയറോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ ഒക്കെ കുടിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള സ്ഥലത്ത് മാത്രമേ അവരവരെ ബൂസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ അതിന് ഉതകുന്ന രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കണം. എന്നാൽ മാത്രമേ അവരും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് അവരെ ഇൻവെസ്റ്റ് ചെയ്ത് അവരും വരത്തുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക്. അല്ലാതെ നമ്മളിവിടെ കുറേ IT പാർക്കുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓക്കെ നിങ്ങൾക്ക് വന്ന് ലീസിനെടുത്ത് നിങ്ങൾക്ക് ജോലി ചെയ്ത് ഇവിടെ നമ്മുടെ കേരളത്തിന് നമ്പർ ഉണ്ടെന്ന് വെറുതെ പറയാം, അങ്ങനെ നടക്കത്തില്ല. അവർക്ക് ഇവിടെ വരണമെന്നുള്ള താല്പര്യം ഉണ്ടാവണം. അവർക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടുമെന്നൊരു സംഭവം ഉണ്ടാകണം, എന്നാൽ മാത്രമേ അവരും വരത്തുള്ളൂ.
ശരിക്കും പറഞ്ഞാൽ ഓവറാൾ നമ്മൾ പറയുകയാണെങ്കിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് ഒരു വിഷണറി ആയിട്ടൊരു ഗവൺമെൻറ് ഇല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു മദർഷിപ്പ് വരുന്നു, കണ്ടെയ്നറിലേക്ക് ഇറക്കുന്നു, പോകുന്നു, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള, ഇപ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള പ്രോഡക്ട്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. സോ കേരളം എന്ന് പറയുന്ന വെറുതെ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ നിൽക്കുന്നു, ബാക്കിയുള്ളവർ അതിൻ്റെ മണ്ടേ കൂടെ അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മളിവിടെ മറ്റേ തമിഴ്നാട്ടിലെ മുനിസിപ്പാലിറ്റിയിൽ, തമിഴ്നാട്ടിൽ ഇപ്പോൾ പളനിയിൽ അല്ലെങ്കിൽ കൊടൈക്കനാലിലൊക്കെ പോകണമെങ്കിൽ ഒരു വണ്ടി കയറുന്നതിന് 60 രൂപ മേടിക്കും. കാരണം അവർക്ക് അതൊക്കെ അവർ ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അതൊക്കെ നമുക്ക് ഇനി ഇവിടെ കേരളത്തിലോട്ട് കയറുന്ന വലിയ വലിയ വണ്ടികളിൽ നിന്ന് 1000 2000 ഒക്കെ വാങ്ങി അങ്ങനെ ജീവിക്കേണ്ടി വരും. നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിൽ അതേ ഉള്ളൂ.